ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഒരു മാസത്തേക്ക് അനുവദിച്ചിട്ടുണ്ട്. തുക വിതരണം. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാകും. നമുക്കറിയാം, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 15 മാസത്തേതായിട്ട് കുടിശ്ശികയാണ്. കഴിഞ്ഞ ഓണത്തിനാണ് അവസാനമായിട്ട് ലഭിച്ചത്. എന്താണ് ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം. അതിനുശേഷം ഇപ്പോഴാണ് ഒരു പെൻഷൻ വിതരണം നടക്കുന്നത്. ക്രിസ്തുമസ് ആയിട്ടുള്ള ഒരു മാസത്തേക്ക് മാത്രമാണ് വിതരണം ഉള്ളത്. അപ്പോൾ 1600 വരികയാണ് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ്. മറ്റുള്ള ആളുകളിലേക്ക് അടുത്ത മാസത്തെ തുക ലഭിക്കും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ഇവർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കും 1600 രൂപ മാത്രമാണ് ഈ ഒരു മാസം ലഭിക്കുന്നത് എന്നുള്ള അറിയിപ്പുകളും വരുന്നുണ്ട്. ഒരു മാസത്തെ മാത്രമാണ് ലഭിക്കുന്നത് എന്നുള്ള സങ്കടം കൂടി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. അവസാന തീയതി ഈ മാസം 31-ാം തീയതിയും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ കുടുംബം ഉണ്ടെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്. ഈ മാസം വിതരണം ചെയ്യുന്ന ക്രിസ്തുമസ് പെൻഷൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ 1225 കോടി രൂപ കടമെടുക്കുമെന്ന നടപടികൾ ഉണ്ടായിരുന്നു. റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ചാണ് ഈ ഒരു കടമെടുപ്പ് നടക്കുന്നത്. മാത്രമല്ല 1600 രൂപ ഈ മാസം എല്ലാവർക്കും ലഭിക്കുന്നത് ആയിരിക്കും. അത് ക്രിസ്തുമസിനോടൊക്കെ മുൻപേ തന്നെ വിതരണം ചെയ്യുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആദ്യം 3200 രൂപ വിതരണം ചെയ്യുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും 3 പെൻഷൻ ഗഡുക്കൾ വിതരണം ചെയ്യുമെന്ന വാർത്തയൊക്കെ വന്നിരുന്നു. എന്നാൽ ഒരു ഗഡുവെ ഇപ്പോൾ വിതരണം ചെയ്യുമെന്നുള്ള പുറത്തു വരുന്നത്. ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുമായി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക.